ഈ പൂർണ്ണമായിട്ടുള്ള വികസനം നടത്തിയതിന് ശേഷം ഇനി അതിദരിദ്രരില്ല, ഇനി സാമ്പത്തികമായി മുന്നേറാനില്ല, ഇനി ബാക്ക്വേർഡ്നെസ് ഇല്ല എന്ന് തീരുമാനിച്ച് ബംഗാൾ രാഷ്ട്രീയത്തിൽ നിന്നും ത്രിപുര രാഷ്ട്രീയത്തിൽ നിന്നും വട്ടപൂജ്യമായി പിന്മാറിയിരിക്കുന്ന CPM-നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദു രാഷ്ട്രവാദം കഴിഞ്ഞ 100 വർഷമായി ഉന്നയിക്കുന്ന RSS ഹിന്ദുക്കൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്, അവർ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളത്. മാത്രമല്ല ഇതേ ചോദ്യം തിരിച്ചും ചോദിക്കാവുന്നതല്ലേ? സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് പറയുന്നു, നമ്മൾ കൊയ്യും വയലല്ല നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പറയുന്നു. എവിടെയായിട്ടുണ്ട് സർ? എങ്ങും ആയിട്ടില്ല, ഒരിടത്തുമായിട്ടില്ല. ജാതി സെൻസസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്ര പ്രസക്തമാണ് എന്നാണ് നമ്മൾ ഈ വേദിയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM പ്രതിനിധി ശ്രീ MV നികേഷ് കുമാർ. അദ്ദേഹം മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും മലയാളികൾക്ക് സുപരിചിതനാണ്. ശ്രീജിത്ത് പണിക്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. അധികാരത്തിലുള്ള പ്രാതിനിധ്യത്തിലേക്ക് വന്നാൽ കേരളത്തിലെ OBC-കളുടെ ശരിയായ കണക്ക് പുറത്തു വരികയും അധികാരത്തിൽ എത്ര കണ്ട് പ്രാതിനിധ്യം കൊടുക്കുന്നു എന്ന ചോദ്യം ഉയരുകയും ചെയ്താൽ എന്താവും ശ്രീജിത്ത് സ്ഥിതി? പെട്ടുപോകും എന്നേ പറയാനുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു OBC എന്ന് പറയുന്നതിൽ ഒരു ആർബിട്രറി ആയിട്ട് 100 കാസ്റ്റ് ഉണ്ടെന്ന് കരുതുക. ഈ 100 കാസ്റ്റിൻ്റെയും പോപ്പുലേഷനിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. അതിൽ നിങ്ങൾ ഈ OBC-ക്കുള്ള റിസർവേഷൻ ജനസംഖ്യാനുപാതികമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിലെ നേരത്തെ ശ്രീ നികേഷ് കുമാർ പറഞ്ഞതുപോലെ എക്സ്ട്രീം ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എവിടെയാണ് നിഷ റെപ്രസെൻറ്റേഷൻ കിട്ടുക? ഇതെന്താ സോമ, നിന്റെ അപ്പൻ്റെ അങ്ങാടി വരുന്നവിടെയോ? ശരിക്കും നോക്ക് സാറേ, ആ കുപ്പിക്കത്തെങ്ങാനും കാണും. ഭരണത്തിലുണ്ടാകില്ല, ജോലിയിലുണ്ടാകില്ല, വിദ്യാഭ്യാസത്തിലുണ്ടാകില്ല. കാരണം അതിലുള്ള മെജോറിറ്റി കമ്മ്യൂണിറ്റി ഏതാണോ അവർക്ക് ആനുപാതികമായിട്ടുള്ള വിഭവങ്ങൾ കിട്ടും. എന്ന് വെച്ചാൽ ഒരു തരത്തിൽ ഒരു മെജോറിറ്റേറിയനിസമാണ് കാസ്റ്റ് സെൻസസ് വെച്ചിട്ടുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നെങ്കിൽ അത് വരിക. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യം എന്താ? ജിത്നി ആബാദി ഉത്ന ഹക്ക്. എന്ന് വെച്ചാൽ എന്താ? നിങ്ങളുടെ പോപ്പുലേഷൻ എത്രത്തോളം വർദ്ധിക്കുന്നു അത്രത്തോളം അവകാശങ്ങൾ. ദ മോർ ദ മെറിയർ എന്ന് വെച്ചാൽ മെജോറിറ്റേറിയനിസമാണ്. ആ മെജോറിറ്റേറിയനിസം എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ, കോൺഗ്രസ് ഗവൺമെന്റിന്റെ തന്നെയുള്ള ചില സ്കീമുകൾക്ക് വിരുദ്ധമാണ്. ശ്രീ നികേഷ് കുമാർ ഇപ്പോൾ നേരത്തെ ചോദിച്ചു, ഭരണതലത്തിലുള്ള പ്രാതിനിധ്യത്തെ കുറിച്ച് വന്നാൽ അവർക്ക് കൂടുതൽ പ്രാതിനിധ്യം എന്നത് അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയാൽ കേരളത്തിലെ മന്ത്രിസഭ മുതൽ CPM പോളിറ്റ് ബ്യൂറോ വരെ പ്രതിസന്ധിയിലാവില്ല. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് AICC അധ്യക്ഷൻ എന്ന് ശ്രീജിത്ത് പണിക്കർ ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. A രാജയാണ് CPIയുടെ ജനറൽ സെക്രട്ടറി എന്ന് ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് കരുതുന്നു. വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസുള്ളൂ, ഇതുകൂടെ തീർന്നാ വംശനാശം. ഇപ്പോൾ നമ്മുടെ പഴയ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഒരു പ്രസംഗം ഈ അടുത്തിടെ കൂടി ചർച്ചയായ ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്തെ വിഭവങ്ങളിലുള്ള ഫസ്റ്റ് ക്ലെയിം ഓൺ ദ റിസോഴ്സസ് മൈനോറിറ്റീസിനായിരിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന. അപ്പം ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? നേരത്തെ ശബരി ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പഠനം വേണം. നിങ്ങളുടെ കയ്യിൽ കൊട്ടക്കണക്ക് പാടില്ല, നിങ്ങളുടെ കയ്യിൽ കൃത്യമായ കണക്ക് വേണം. ഏത് സമൂഹത്തിലാണ് ഈ വിഭവങ്ങൾ ചെല്ലുന്നത്, ആ വിഭവങ്ങൾ ചെന്നിട്ടും ആ സമൂഹം മുന്നോട്ട് പോയിട്ടുണ്ടോ, ആ തരത്തിലുള്ള പഠനമാണ് ആവശ്യപ്പെടുന്നത്. വിഭവങ്ങൾ ചെന്നിട്ടുണ്ടോ? വിഭവങ്ങൾ ചെന്നിട്ടുണ്ടോ? അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അല്ല, അത് നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നതെന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. സർസംഘചാലക് മോഹൻ ഭാഗവത് പറയാണ്, 3000 വർഷമായി നമ്മൾ ഈ ജനവിഭാഗത്തെ അടിമകളാക്കി മുന്നോട്ട് കൊണ്ടുപോയി. ഇത് ഹിന്ദു വിഭാഗത്തിലുള്ള ആളുകളല്ലേ? എന്താണ് RSS ചെയ്തത്? എന്താണ് സംഘപരിവാർ ഈ ഹിന്ദു വിഭാഗങ്ങളിൽ ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? അത് പറയാൻ RSSന്റെ 100 വർഷമായി ഈ രാജ്യത്ത് നിൽക്കുന്നു. 100 വർഷമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ഹിന്ദു വിഭാഗത്തിന്റെ റെപ്രസെന്റേറ്റീവാണ്, അതിലെ സാംസ്കാരിക സംഘടനയാണ് എന്ന് പറയുന്ന RSS അവർക്ക് വേണ്ടി എപ്പോഴെങ്കിലും ശബ്ദം ഉയർത്തിയിട്ടുണ്ടോ? ശ്രീജിത്ത് മറുപടി പറയുന്നുണ്ടോ? അതിന് കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. അല്ല, ഇത് നോക്കൂ, ഇത് വളരെ നമ്മൾ ഈ ആലങ്കാരികമായിട്ട് പറയുന്ന ഒരു പദപ്രയോഗം എന്നതിനപ്പുറത്തേക്ക് ഇതേ ചോദ്യം തിരിച്ചും ചോദിക്കാവുന്നതല്ലേ? സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് പറയുന്നു, നമ്മൾ കൊയ്യും വയലല്ല നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പറയുന്നു. എവിടെയായിട്ടുണ്ട് സർ? എങ്ങും ആയിട്ടില്ല, ഒരിടത്തുമായിട്ടില്ല. സമരം ചെയ്യാനും മലമുണ്ടാക്കാനും അല്ലാതെ വേറൊരു പണി ഞങ്ങൾക്കറിയില്ല. നമുക്കെല്ലാം അറിയാമല്ലോ, കേരളത്തിലെ മുഖ്യധാരയിലേക്ക് ഇന്നും എത്തിയിട്ടില്ലാത്ത ഒരു സ്ഥലമാണ് അട്ടപ്പാടി. അട്ടപ്പാടിയിലുള്ള ആദിവാസി വിഭാഗത്തിന് വേണ്ടിയിട്ട് ഓരോ ബജറ്റിലും പ്രഖ്യാപനം വരുന്നുണ്ട്. നിങ്ങൾ ഒന്നും ചെയ്യണ്ടെന്നേ, ആ പൈസ അവിടെയുള്ള കുടുംബങ്ങൾക്ക് കൊണ്ടുവന്ന് വെറുതെ കൊടുക്കുക. നിങ്ങൾ അവിടെ 500 കോടി 400 കോടിയുടെ പാക്കേജ് വേണ്ട.
മല്ലികാർജുൻ ഖാർഗെ, അദ്ദേഹം ബാക്ക്വേർഡ് ക്ലാസ്സിൽ നിന്നുള്ള ഒരാളാണ്, കോൺഗ്രസിന്റെ തലപ്പത്തുണ്ട്. അതേപോലെ CPI-യിൽ A രാജയുണ്ട്. ഇതേപോലെ BJP-ക്ക് പറയാം പ്രധാനമന്ത്രി OBC ആണ്, എതിർക്കാൻ പിന്നീട് കഴിയും. പറഞ്ഞു. അല്ല, ഞാൻ പറയാം പ്രസിഡന്റ് ദളിതാണ്, എതിർക്കാൻ കഴിയൂ? ഞാൻ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ ഈ ആനുപാതികം എന്നുള്ളത്, ഇന്ത്യയിൽ 10 ലക്ഷം കോടി രൂപയുടെ കടങ്ങൾ റൈറ്റ് ഓഫ് ചെയ്തു. അതിൽ 50% ഏകദേശം 5 ലക്ഷം കോടിയാണ് എഴുതി തള്ളിയിരിക്കുന്നത് ഇവരുടെ അദാനി അംബാനി പോലത്തെ കമ്പനികൾക്കാണ്. ഇതൊക്കെ എന്ത് ദ്രോഹാടോ? സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ അക്കിങ്ങി? അപ്പൊ ഇവിടെ കോർപ്പറേറ്റുകൾക്ക് സബ്സിഡി കൊടുക്കാൻ, കോർപ്പറേറ്റുകൾക്ക് ലോൺ റൈറ്റ് ഓഫ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മാനദണ്ഡവും ഈ പറയുന്ന, പക്ഷെ പാവപ്പെട്ട ആളുകളുടെ, കർഷകരുടെ, ദളിതരുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ കണക്ക് പറയുന്നു, മെജോറിറ്റി പാടില്ല. ഇതാണ് നമ്മൾ പറയുന്നത്. പിന്നെ അട്ടപ്പാടിയുടെ കാര്യം പറഞ്ഞപ്പോൾ മോദി സർക്കാർ കഴിഞ്ഞ 6 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെയാണ് SC/ST ഫണ്ടുകൾ ഉപയോഗിക്കാതിരിക്കുന്നത്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ശ്രീജിത്ത് നേരത്തെ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, ഈ ഹിന്ദു രാഷ്ട്രവാദം കഴിഞ്ഞ 100 വർഷമായി ഉന്നയിക്കുന്ന RSS ഹിന്ദുക്കൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അവർ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, മോനെ എന്താണ് നിന്റെ പ്രശ്നം? മറുപടി എന്നോണം ശ്രീജിത്ത് പണിക്കർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ത്, ഞങ്ങൾ കൊയ്യും വയലെല്ലാം ഞങ്ങളുടേതാകുമ്പോൾ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന ആശയം പറഞ്ഞ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ എവിടെ എത്തിയെന്നാണ്. നോക്കൂ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാമൂഹ്യ മുന്നേറ്റം ഉണ്ടാക്കിയ സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം. അതെ, വായും വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് ഇട്ടുകൊണ്ട് പിന്നെ ജീവിക്കാമല്ലോ. കോൺഗ്രസ് ശ്രീജിത്ത് കൺസീഡ് ചെയ്തു കേരളത്തിൽ സാമൂഹ്യ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടത്. ഇനി കേരളം വേണ്ട, കമ്മ്യൂണിസ്റ്റുകാർ എവിടെയൊക്കെ ഭരിച്ചിട്ടുണ്ടോ? റഷ്യയിൽ എന്തായിരുന്നു അവസ്ഥ? മനുഷ്യന്റെ വിശപ്പ് മാറ്റിയ പ്രത്യയശാസ്ത്രം എന്ന് കമ്മ്യൂണിസത്തെ വിലയിരുത്താനുള്ള കാരണം റഷ്യയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. നിനക്കിതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ അപ്പനിതെങ്ങനെ സാധിച്ചെടുത്തടാ? 2013 സുപ്രീം കോടതി 27% OBC റിസർവേഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള തർക്കത്തിൽ നിൽക്കുന്ന സമയത്ത് CPM-ന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ടാണ് പറഞ്ഞത്, കാസ്റ്റ് സെൻസസിന് ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. അസന്നിഗ്ധമായി അദ്ദേഹം പറഞ്ഞു, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും പ്ലേറ്റ് മാറ്റി. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് പറയാണ്, 3000 വർഷം മനുഷ്യനെ അടിമകളാക്കി വെച്ചിരിക്കുന്നു ഇന്ത്യയിലെ ഈ ജാതി സംവിധാനം എന്ന്. എന്താണ് RSS ഈ ഹിന്ദു വിഭാഗത്തിന്റെ പ്രതിനിധീകരിക്കുന്ന ഒരു സാംസ്കാരിക സംഘടന എന്നുള്ള നിലയിൽ എന്താണ് RSS അതിനൊരു പരിഹാരമായി നിർദ്ദേശിക്കുന്നത്? ഇവനെ തടയണ്ട, അയച്ചുവിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. അതിന് RSSന്റെ ഭാഗത്ത് നിന്ന് ഒരു ബദലായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടാകാത്തത് കൊണ്ടുകൂടിയാണ് അവരിപ്പോഴും പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന മോഹൻ ഭാഗവത്തിന്റെ സത്യസന്ധതയെ ഞാൻ അഭിനന്ദിക്കുന്നതോടൊപ്പം, ഈ പൂർണ്ണമായിട്ടുള്ള വികസനം നടത്തിയതിനു ശേഷം ഇനി അതിദരിദ്രരില്ല, ഇനി സാമ്പത്തികമായി മുന്നേറാനില്ല, ഇനി ബാക്ക്വേർഡ്നെസ് ഇല്ല എന്ന് തീരുമാനിച്ച് ബംഗാൾ രാഷ്ട്രീയത്തിൽ നിന്നും ത്രിപുര രാഷ്ട്രീയത്തിൽ നിന്നും വട്ടപൂജ്യമായി പിന്മാറിയിരിക്കുന്ന CPM-നെയും ഞാൻ അഭിനന്ദിക്കുന്നു. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രസിഡന്റും 2 സഭകളും ചേരുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്. പാർലമെന്റ് നിർവചനം തന്നെ എങ്ങനെയാണ്? പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നതും പ്രാണപ്രതിഷ്ഠ നടത്തുന്നതും ഒരാളാകുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ദുര്യോഗമെന്ന്. ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവനോടൊക്കെ ഉണ്ടാക്കും. അല്ല, ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഞാൻ മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ ഞാൻ പറയാം. അല്ല, നോക്കൂ, ഇതിൽ വലിയൊരു പ്രശ്നം, അന്ന് അവിടെ നടന്നിരുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് പറഞ്ഞു. അന്ന് അവിടെ നമ്മൾ ഈ പറയുന്ന പ്രതീകാത്മകമായിട്ടുള്ള മതചിഹ്നങ്ങൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എവിടെ നിന്നാണ് സ്റ്റെം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് ഏത് മ്യൂസിയത്തിൽ ആർക്ക് ഏത് സമയത്ത് കിട്ടി, ആരാണത് സമ്മാനിച്ചത്, അതിനെ പ്രതീകാത്മകമായിട്ട് റീഎനാക്ട് ചെയ്യുകയാണ് എന്നുള്ളത് പറഞ്ഞു. പിന്നെ സർവ്വമത പ്രാർത്ഥനയും ഇവിടെ നടന്നു. ഞാൻ വ്യക്തിപരമായി അതിൽ പ്രശ്നമൊന്നും തന്നെ കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് മാറി നിന്ന് കരയണം. ഇവിടെ ഒറ്റക്കൊരേ ഉള്ളൂ ശ്രീജിത്ത്. ഞാൻ ചോദിച്ച ഇന്ത്യൻ പാർലമെന്റിന്റെ നിർവചനം എന്താണ്? പ്രസിഡന്റും 2 സഭകളും ചേരുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്. അതിലൊരു ഭാഗം അടർത്തി മാറ്റി നിർത്തിയിട്ട് ഉദ്ഘാടനമല്ല, പ്രാണപ്രതിഷ്ഠയല്ല, എന്ത് നടത്തിയാലും അതിലൊരു അനൗചിത്യമില്ലേ? പിന്നെ എന്ത് ദളിത് സംവരണത്തെ കുറിച്ചാണ് പറയുന്നതെന്നാണ്. ഷാജി കേട്ടാ, ഇവിടെ ഇല്ല, അങ്ങനെയില്ല. നോക്കൂ, നമ്മൾ ആ പറയുന്ന വാദത്തിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അങ്ങനെയാണ് എങ്കിൽ ഓട് പൊളിച്ച് അവിടെ വന്നിരിക്കുന്നയാളല്ല ഇന്ത്യയുടെ പ്രസിഡന്റ്. ഇന്ത്യയുടെ പ്രസിഡന്റിനെ ഇതേപോലെ തന്നെ മെജോറിറ്റി ആയിട്ടുള്ള ഒരു പാർട്ടിയുടെ നോമിനിയായി വരികയും അങ്ങനെയുള്ള ആൾക്കാർ ബാക്ക് ചെയ്തതിന് ശേഷവും അവിടെ കൊണ്ടുവന്നതാണ്. പക്ഷേ ഒരു ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നതും സെഷൻ എന്ന് പറയുന്നതും 2 ആർട്ടിക്കിൾ 108 ഒന്നുകൂടി വായിക്കാനായിട്ട് ഞാൻ താല്പര്യം. എല്ലാവരും ചേർന്ന് ശരിക്കും വാരി തന്നെ മറക്കില്ല. ഒന്നും മറക്കണ സ്വഭാവക്കാരനല്ല രാജേന്ദ്രനാഥ്. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?